ഓൺലൈൻ ട്യൂഷൻ സെന്റർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കണം. നമസ്കാരം. മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസുകൾ നൽകുന്നു. ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ തിയറി ക്ലാസ്സിനോടൊപ്പം ചാപ്റ്റർ റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസും ഫോക്കസ് ചെയ്യുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, എക്സാം മോഡൽ ക്ലാസ്സസ് തുടങ്ങിയവയാണ് മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിന്റെ ഹൈലൈറ്റ്സ്. ഹായ് സ്റ്റുഡൻസ്, മാഗ്നസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിസസ് എന്ന് പറയുന്ന പാഠത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഓപ്പറേഷൻ പഠിച്ചായിരുന്നു, അഡീഷൻ, സബ്ട്രാക്ഷൻ, അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കെയിലർ. അപ്പോൾ ഇതിലുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. ഇതേപോലെ മെട്രിക്സ് തന്നിരിക്കുകയാണ്, രണ്ട് മെട്രിക്സ് ഈക്വലുമാണ്. ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഇതൊരു മെട്രിക്സ് ആണെന്ന് അറിയാമല്ലോ. 2/2 ആണ്, രണ്ട് റോയും രണ്ട് കോളം ഉള്ള മെട്രിക്സ്. അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. എന്ത് ചെയ്യാം, 2 വെച്ച് ഓരോ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് കുറിച്ച് എഴുതിക്കട്ടെ. 2 × 1 2, 2 × 3 6, 2 × 0 0, 2 × x 2x. ഓക്കെ, പ്ലസ് അടുത്തത് y0 1 2 is equal to അടുത്ത മെട്രിക്സ് 5 6 1 8. ഇനി ഇവിടെ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തെങ്കിലും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇവിടെ അഡീഷൻ ആകുമ്പോൾ ഞാൻ കറസ്പോണ്ടിങ് എലമെന്റുകൾ എടുത്ത് ആഡ് ചെയ്യുക. 2y കൂടെ കൂട്ടി 2 + y. അടുത്ത 6ഉം 0 കൂട്ടി 6, 0യും 1ഉം കൂടെ കൂട്ടി 1, 2x-ഉം 2 കൂടെ കൂട്ടി 2x + 2 is equal to, അത് ഏത് മെട്രിക്സിന് തുല്യമാണ്? 5 6 1 8. ഇനി രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റുകൾ എന്താവണം? ഈക്വൽ ആകണം. അപ്പോൾ ഇതും ഇതും കൂടെ ഈക്വൽ ആകും. അപ്പോൾ 2 + y എന്താവുന്നു? 5 ആകുന്നു. അടുത്തതായത് 2x + 2 8 ആകുന്നു. 2x + 2 = 8. ഇനി ഇത് ജസ്റ്റ് സോൾവ് ചെയ്യുക. ഇവിടെ അപ്പം വൈയുടെ വില കിട്ടാൻ വേണ്ടി 2 എന്ത് ഇവിടെ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ y = 5 - 2. 5 - 2 എന്താണ്? 3. ഇവിടെ 2x = 2 ഇവിടെ കൊണ്ടുവന്ന് സബ്ട്രാക്ട് ചെയ്യുക. 8 - 2 എന്താവും? 6. അപ്പോൾ 2x = 6. അപ്പോൾ x = 6/2 3. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വൈയുടെ വില കണ്ടുപിടിക്കാനായിരുന്നു. എക്സിൻ്റെ വില 3, അതേപോലെ വൈയുടെ വില എന്താണ്? 3. അടുത്ത ക്വസ്റ്റ്യനാണ് ഫൈൻഡ് എക്സ് ആൻഡ് വൈ എന്ന് പറയുമ്പോൾ രണ്ട് മെട്രിക്സുകളാണ് കണ്ടുപിടിക്കാനുള്ള, വേരിയബിൾ അല്ല. എക്സും വൈ എന്താണ്? മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എപ്പോഴും എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കണം. ഇവിടെ നോക്കി, ഇവിടെ രണ്ട് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 7 0 2 5. ഇനി രണ്ട് മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്ത് അപ്പോൾ എത്ര കിട്ടും? 3 0 0 3. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എക്സും വൈയും എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തന്നിരിക്കുന്ന ലെഫ്റ്റ് സൈഡ് രണ്ടുകൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? x + y പ്ലസ് ഇവിടുത്തെ x - y. ലെഫ്റ്റ് കൂട്ടിയാൽ എന്ത് ചെയ്യണം? റൈറ്റും കൂട്ടണം. റൈറ്റ് കൂട്ടുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ 7 0 2 5 പ്ലസ് 3 0 0 3. ഇങ്ങനെയാണ് മെട്രിക്സ് എന്ത് ചെയ്ത് ഇവിടെ റൈറ്റ് സൈഡ് കൂട്ടിയത്. ഇനി ഇവിടെ നോക്കിയാൽ പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ ആയി. പിന്നെ എക്സും എത്രയായിരിക്കും? 2x ആയിരിക്കും. ഇനി മെട്രിക്സ് കൂട്ടുക. 7ഉം 3 10. കറസ്പോണ്ടിങ് എലമെന്റ് കൂട്ടുക കേട്ടോ. 0 0 0 വരും, 2ഉം 0 2 വരും, 5ഉം 3ഉം 8. ഇതെന്താണ്? 2x ആണ്. നമുക്ക് വേണ്ടത് എക്സിന്റെ വിലയാണ്. അപ്പോൾ എക്സിന്റെ വില വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊണ്ട് ഇതിനെ ഫുൾ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. therefore x = 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 10/2 5. 0 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 0, 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1, 8നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4. അപ്പോൾ ഇത്രയേ ഉള്ളതെന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ x = എന്താണ്? 5 0 1 4. ഇനി നമുക്ക് y കണ്ടുപിടിക്കാം. y കണ്ടുപിടിക്കാൻ വേണ്ടി അതായത് നോക്കിയേ, എക്സും വൈയും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 7 0 2 5 ആണ്. ശരിയല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് y എന്ത് കിട്ടും? y = 7 0 2 5 മൈനസ് എക്സ് എന്ന് എഴുതി കൂടെ.
ഈ വൈയുടെ വാല്യൂ അല്ലേ വേണ്ടത്. അപ്പോൾ ഈ എക്സിനെ എന്ത് ചെയ്യുക, റൈറ്റിലേക്ക് കൊണ്ടുപോയി മൈനസ് ആക്കുക. അതിന് എങ്ങനെ എഴുതാം? ഇതിനാണ് ഈ എക്സിനെ വില നേരത്തെ കണ്ടുപിടിച്ചു, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. 7025 മൈനസ് എക്സ് 5014 സബ്ട്രാക്ട് ചെയ്യുക. 7 മൈനസ് 5 2, 0 മൈനസ് 0 0, കറസ്പോണ്ടിങ് എലമെന്റ് സബ്ട്രാക്ട് ചെയ്യുക. അതൊക്കെ പറഞ്ഞു തന്നെയാണ്. 2 മൈനസ് 1 1, 5 മൈനസ് 4 1. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് അതേപോലെ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ച്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനാണ് മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് മെട്രിക്സുകൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഞാൻ അഡീഷനും സബ്ട്രാക്ഷനും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിലും സബ്ട്രാക്ട് ചെയ്യണമെങ്കിലും അതിൻ്റെ ഓർഡർ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം എന്ന കണ്ടീഷനാണ് പറഞ്ഞത്. അതേപോലെ ഇവിടെയും ഒരു കണ്ടീഷനുണ്ട്, ആ കണ്ടീഷൻ പഠിക്കുക. ഇപ്പോൾ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ മെട്രിക്സിൻ്റെ ഓർഡർ ഇപ്പോൾ m/n-ഉം രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഓർഡർ n/p-യും ആയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്, m/n-ഉം രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഓർഡർ n/p-യും ആയിരിക്കണം. എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് സെയിം ആയിട്ട് വന്നിരിക്കുന്നത് നോക്കിയേ. നമ്മളെപ്പോഴും ഓർഡർ എഴുതുമ്പോൾ ആദ്യമേ റോ എഴുതും, പിന്നെ എന്തെഴുതണം, കോളം എഴുതണം. അപ്പോൾ അതാ ഒന്നാമത്തെ മെട്രിക്സ്, ഇപ്പോൾ എന്നും ഇത് ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ മെട്രിക്സിൻ്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയും എന്താവണം, തുല്യമാകണം. അങ്ങനെ തുല്യമായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ പറയുന്ന രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പം m/n-ഉം n/p-യും ഇവിടെ n രണ്ടും എന്താണ്, സെയിം ആണ്. അപ്പോൾ ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയും തുല്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതിൻ്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ n കളഞ്ഞാൽ മതി, ബാക്കി എത്രയായിരിക്കും, m/p. മനസ്സിലായോ? m ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ആ മെട്രിക്സിൻ്റെ റോ എത്ര കാണും, m റോസ്, എത്ര കോളം കാണും, p കോളം. അപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ, റിസൾട്ടൻ്റെ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും, m/p. ഇത് ഒരു മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. m/n-ഉം മറ്റെന്താണ്, n/p. ഈ ഒരു കണ്ടീഷൻ ശരിയാവുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. അതുപോലെ ഇപ്പോൾ രണ്ട് നമ്പറുകൾ ഗുണിക്കുന്നത്, ഇപ്പോൾ 2-ൻ്റെ കൂടെ 5 ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, 10. തിരിച്ച് 5-ൻ്റെ കൂടെ 2 ഗുണിച്ച് കഴിഞ്ഞാൽ 10, അതവിടെ ശരിയാവും. പക്ഷെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് ആകത്തില്ല. കാരണം എയുടെ കൂടെ ബി ഗുണിക്കുന്നതും ബിയുടെ കൂടെ എ ഗുണിക്കുന്നതും രണ്ടും വ്യത്യസ്തമാണ്. ഒരിക്കലും ആ രണ്ട് മെട്രിക്സ് എന്താവുന്നില്ല, ഈക്വൽ ആവുന്നില്ല. a/b നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും, b/a ആയിരിക്കും. ഇനി എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ എന്നുള്ള മെട്രിക്സ് 1 2 -3, അതേപോലെ -2 1 5 2 1 5 2 1 3. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ജസ്റ്റ് നോക്കുക, അത് ഗുണിക്കാൻ പറ്റൂല എന്ന് ആദ്യം നോക്കണമല്ലോ. എയുടെ ഓർഡർ എങ്ങനെയാണ് വരുന്നത്, ഇപ്പോൾ 2 റോ ഉണ്ട്, 2 എത്ര കോളം ഉണ്ട്, കുത്തനെ വരുന്നതാണ് കോളം, 3 കോളം ഉണ്ട്. അടുത്ത ബിയുടെ മെട്രിക്സ് നോക്കി, 1 2 3 റോ ഉണ്ട്, എത്ര കോളം ഉണ്ട്, കുത്തനെയുള്ള 2 എണ്ണം. അപ്പോൾ നോക്കി, ഈ 3 രണ്ട് സ്ഥലം ഈക്വലായില്ലേ, ഈക്വലായി. അപ്പോൾ അതിൻ്റെ ഗുണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എത്ര ആയിരിക്കും കിട്ടുന്നത്, 2/2 ആയിരിക്കും. അപ്പോൾ 2/2 എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് പറഞ്ഞു തന്നാൽ എന്താണ്, റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും തുല്യമായിട്ട് വരുന്ന മെട്രിക്സുകളാണെന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ എന്നുള്ളത് നോക്കാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാനുള്ളത്, ആദ്യത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ എടുക്കുക. ആദ്യത്തെ മെട്രിക്സിന് എന്തെടുക്കുക, ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഏതാണ് വരുന്നത്, 1 2 -3, അതാണ് ഫസ്റ്റ് റോ. അപ്പോൾ ഈ ഒരു റോ എടുക്കണം. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം ഇതായത്. അപ്പം എന്ത് ചെയ്യണം, ആദ്യത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം, ഇങ്ങനെ ഫസ്റ്റ് റോ താഴോട്ട് ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ ഒരു 7 മോഡലിലാണ് മെട്രിക്സ് എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി നോക്കിയത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കറസ്പോണ്ടിങ് എലമെൻ്റ് മൾട്ടിപ്ലൈ ചെയ്യാവും. ഓക്കെ, ആദ്യം ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് ഏതാണ്, 1 ആണ്. ആ 1-നെ നമ്മൾ ഈ ഫസ്റ്റ് കോളത്തിൽ 2 മൾട്ടിപ്ലൈ ചെയ്യും.
1 ഇൻറ്റു 2 പ്ലസ് അടുത്തത് ഇവിടെ 2 ആണ്. ആ 2നെ ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 5 വരും. പ്ലസ് ഇവിടുത്തെ മൂന്നാമത്തെ എലമെൻ്റ് -3 ആണ്. -3യെ ഇവിടുത്തെ മൂന്നാമത്തെ എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 വരും. അപ്പോൾ 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 5 പ്ലസ് -3 ഇൻറ്റു 1. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതത്രയും കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടായിരിക്കും ഈ പറയുന്ന മെട്രിക്സിൻ്റെ ആദ്യത്തെ എലമെൻറ്റ്. ഇതെല്ലാം സം ചെയ്ത് എടുത്തു വരുന്നതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ഇനി നമുക്ക് അടുത്ത എലമെൻറ്റിലേക്ക് പോകണം. അതും ഇതേപോലെ നമുക്കിവിടെ ഫസ്റ്റ് റോ ഉണ്ട്. ഫസ്റ്റ് റോ വെച്ച് ഫസ്റ്റ് കോളത്തിനെ ഗുണിച്ചു. ഇനി ഫസ്റ്റ് റോ വെച്ച് ഇനി അടുത്ത കോളം ഉണ്ടെങ്കിൽ അത് ഗുണിക്കണം. ഇവിടെ ഇപ്പോൾ കോളം ഉണ്ട്, രണ്ടാമത്തെ കോളം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് റോ വെച്ച് ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തെ കോളത്തിനെയാണ് മൾട്ടിപ്ലൈ ഉള്ളത്. അത് നോക്കി എങ്ങനെയാണെന്നുള്ള നേരത്തെ അതേ പ്രൊസീജിയർ തന്നെയാണ്. ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് 1 ഇൻറ്റു ആ കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 പ്ലസ് ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് 2, ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് 2 ഇൻറ്റു 2 പ്ലസ് ഇവിടുത്തെ തേർഡ് എലമെൻറ്റ് -3, ഇവിടുത്തെ തേർഡ് എലമെൻറ്റ് 3. അപ്പം -3 ഇൻറ്റു 3. ഇത്രയാണ് അവിടെ ചെയ്യുന്നത്. ഇനി നോക്കുക, ഇവിടുത്തെ ഫസ്റ്റ് റോ വെച്ച് ഇനി ഗുണിക്കാൻ വല്ല കോളം ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ അത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് സെക്കൻഡ് റോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് റോ വെച്ച് ഗുണിക്കാനുള്ള കോളം എല്ലാം കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോയിലേക്ക് പോവാം. ഇവിടെ സെക്കൻഡ് റോ ഏതാണ്? -2 1 5. -2 1 5. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി എന്ത് ചെയ്യാനുള്ള അടുത്തത് മൾട്ടിപ്ലൈ ഉള്ള. ഇവിടെ എന്ത് ചെയ്യുക? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എടുക്കുക, -2 ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ് 2 പ്ലസ് ഇവിടുത്തെ 1 ഇൻറ്റു ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലമെൻറ്റ് 5 പ്ലസ് അടുത്ത 5 ഇൻറ്റു 1. ഇത്രയും ചെയ്ത് കിട്ടുമ്പോൾ എന്ത് കിട്ടും? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും. അപ്പോൾ ഈ ഫസ്റ്റ് റോ അല്ല സെക്കൻഡ് റോ വെച്ച് ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്തത് സെക്കൻഡ് റോ വെച്ച് സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യുക. അതിവിടെ കൊണ്ടെഴുതുക. അപ്പോൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് -2 ഇൻറ്റു സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 പ്ലസ് അടുത്ത ഇവിടുത്തെ 1 ഇൻറ്റു ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് 2 പ്ലസ് ഇവിടുത്തെ തേർഡ് എലമെൻറ്റ് 5 ഇൻറ്റു ഇവിടെ തേർഡ് എലമെൻറ്റ് 3. അപ്പോൾ ഇത്രയും ചെയ്യുക. ഇനി ഇതിൻ്റെ സമ്മും കാര്യങ്ങളെല്ലാം എടുക്കുക. നോക്കിയോ, 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 5 10. അടുത്ത -3 ഇൻറ്റു 1 -3. അടുത്ത 1 ഇൻറ്റു 1 1. 2 ഇൻറ്റു 2 4. -3 ഇൻറ്റു 3 -9. അടുത്ത -2 ഇൻറ്റു 2 -4 പ്ലസ് 1 ഇൻറ്റു 5 5 പ്ലസ് 5 ഇൻറ്റു 1 5. അടുത്ത -2 ഇൻറ്റു 1 -2 പ്ലസ് 1 ഇൻറ്റു 2 2 പ്ലസ് 5 ഇൻറ്റു 3 15. ഇനി 2 പ്ലസ് 10 12 12 മൈനസ് 3 9. അടുത്ത 1 പ്ലസ് 4 5 5 മൈനസ് 9 -4. അടുത്ത 5 10 10 4 കുറച്ച് 6 -2 പ്ലസ് 2 പോയി ബാക്കി 15. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? 9 -4 6 15. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണ്? 2/2. ഇതാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ 2/3യും 3/2 കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2/2 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ എന്നുള്ളൊരു മെട്രിക്സ്, ബി എന്നുള്ള മെട്രിക്സ്, രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. എ ബി ആണ് കണ്ടുപിടിക്കാനുള്ള. അപ്പോൾ എയുടെ ഓർഡർ എന്താണെന്ന് നോക്കാം. എയുടെ ഓർഡർ 2 റോ 2 കോളം 2/2. ബിയുടെ ഓർഡർ നോക്കാം. 2 റോ 3 കോളം 2/3. അപ്പോൾ ഇനി നോക്കാനുള്ളത് നേരത്തെ പറഞ്ഞ കണക്ക് ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും തുല്യമാണോ എന്ന് നോക്കുക.
അങ്ങനെ നോക്കുമ്പോൾ ഇത് തുല്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിട്ട് വരികയും ചെയ്യും? 2/3 ആയിരിക്കും ഇനി കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കിയോ, അപ്പോൾ എ ബി ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുന്ന 7 മോഡലിലാണ്. ആദ്യമേ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ഫസ്റ്റ് റോ എടുക്കുന്നു. ആ ഫസ്റ്റ് റോ വെച്ച് ഇവിടുത്തെ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഓരോ കോളവും മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം ഫസ്റ്റ് റോ വെച്ച് ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് 1 ഇൻറ്റു ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 പ്ലസ് ഇവിടുത്തെ -2ഉം 2 കൂടെ ഗുണിക്കുക, -2 ഇൻറ്റു 2 കഴിഞ്ഞു. ഫസ്റ്റ് റോ വെച്ച് ഫസ്റ്റ് കോളത്തിന് ഇങ്ങനെ ഗുണിക്കാൻ പറ്റും. അടുത്ത ഇനി ഈ ഫസ്റ്റ് റോ വെച്ച് എന്ത് ചെയ്യുക? സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് 1 ഇൻറ്റു 2 പ്ലസ് -2ഉം 3 കൂടെ ഗുണിച്ച് -2 ഇൻറ്റു 3. അപ്പോൾ ഫസ്റ്റ് റോ വെച്ച് എന്ത് ചെയ്തു? സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഫസ്റ്റ് റോ വെച്ച് തേർഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. തേർഡ് കോളം ആകുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ 1 ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് 3 പ്ലസ് ഇവിടുത്തെ -2 ഇൻറ്റു ഇവിടുത്തെ 1. ഇത്രയും ചെയ്യുന്നതോടുകൂടി നമ്മുടെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എ നമ്മൾ ഉള്ള മെട്രിക്സിൻ്റെ സെക്കൻഡ് റോ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന 3 കോളവും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് റോ എടുത്ത് ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 3യും 2 കൂടെ ഗുണിച്ച് 3 ഇൻറ്റു 2. അപ്പോൾ സെക്കൻഡ് റോ വെച്ച് ഫസ്റ്റ് കോളം കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് റോയും സെക്കൻഡ് കോളം 2 ഇൻറ്റു 2 പ്ലസ് അടുത്ത 3യും കൂടെ ഗുണിച്ച് അത് കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് റോയും തേർഡ് കോളം 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 1. ഇതോടുകൂടി എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ സെക്കൻഡ് റോ വെച്ച് ഗുണിക്കാവുന്ന കോളത്തിൻ്റെ ലിമിറ്റ് ആയിട്ടുണ്ട്, അത്രേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് റോ വെച്ച് ഫസ്റ്റ് കോളം ഗുണിക്കുക, ഫസ്റ്റ് റോ വെച്ച് സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ വെച്ച് തേർഡ് കോളം. എപ്പോഴും ആദ്യമേ എന്ത് എടുക്കുക? റോ എടുക്കണം. ആദ്യത്തെ മെട്രിക്സിൻ്റെ റോ ആണ് ആദ്യമേ എടുക്കാനുള്ള. അതിനുശേഷം അതുമായിട്ട് ഗുണിക്കാൻ പറ്റുന്ന കോളം അതെല്ലാം എടുത്ത് ഗുണിച്ച് വെക്കുക. എല്ലാ കോളവും കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മെട്രിക്സിലെ മുഴുവൻ കോളമായിട്ട് ഗുണിച്ചതിന് ശേഷം മാത്രം സെക്കൻഡ് റോയിലേക്ക് പോവാം. ആ സെക്കൻഡ് റോ എന്ത് ചെയ്യുക? രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളം എല്ലാം കൂടെ ഗുണിച്ച് അത് സെക്കൻഡ് റോ ആയിട്ട് തന്നെ എഴുതുക. സപ്പോസ് തേർഡ് റോ ഉണ്ടായിരുന്നെങ്കിലോ തേർഡ് റോ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഫസ്റ്റ് കോളായിട്ട് ഗുണിക്കുക. അത് അങ്ങനെയുള്ളതെല്ലാം എന്ത് ചെയ്യണം? തേർഡ് റോയിലായിട്ടാണ് എഴുതാറുള്ളത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് അങ്ങ് എടുത്താൽ മതി, ഇതിൻ്റെ ആൻസറായി. നോക്കാം, നോക്കിയാൽ 1 ഇൻറ്റു 1 -2 ഇൻറ്റു 2 -4 1 ഇൻറ്റു 2 2 -2 ഇൻറ്റു 3 -6. അടുത്ത 1 ഇൻറ്റു 3 3 -2 ഇൻറ്റു 1 -2. അടുത്ത 2 ഇൻറ്റു 1 2 3 ഇൻറ്റു 2 6 2 പ്ലസ് 6 2 ഇൻറ്റു 2 4 3 ഇൻറ്റു 3 9 4 പ്ലസ് 9 2 ഇൻറ്റു 3 6 3 ഇൻറ്റു 1 3. ഇത് ആഡ് ചെയ്യാനുള്ള ആഡ് ചെയ്യുക, സബ്ട്രാക്റ്റ് ആണ് സബ്ട്രാക്റ്റ് ചെയ്യുക. 1 -3 1 4 എത്ര ആയിരിക്കും? -3 ആയിരിക്കും. 2 - 6 -4 3 - 2 1 6 3 9 4 9 13 6 2 8. ഇങ്ങനെയാണ് എന്ന് പറയുന്നത് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ വേറെ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.